മുഹറം 10 പ്രധാനമായും ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കുടുംബത്തിന് വിശാലത ചെയ്യാനുള്ളത്. അതോടൊപ്പം മഹാന്മാർ ഓർമ്മപ്പെടുത്തുന്നു വത്തസദ്ദുഖു അലൽ ഫുഖറാഇ വൽ മസാഖീൻ. സാധുക്കളാകുന്ന ആളുകൾക്ക് സ്വതക്ക കൊടുക്കലും ആശുറാഇൻ്റെ ദിവസം വളരെ പ്രധാനമാണ്. ദിവസത്തിന് മഹത്വം കൂടുമ്പോൾ അതിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കും മഹത്വം കൂടും. അത് സ്വാഭാവികമാണ്. ഉദാഹരണം, ആഴ്ചയിൽ ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച സ്വതക്ക കൊടുക്കുന്നതിന് വലിയ കൂലിയുണ്ട്, വലിയ പ്രതിഫലമുണ്ട്. അതേപോലെ വർഷത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ആശുറാഇൻ്റെ ദിവസം. അന്ന് സ്വതക്ക ചെയ്യുന്നതിന് വലിയ പുണ്യമുണ്ട്. അതേപോലെ തന്നെ നല്ല ഭക്ഷണം ഉണ്ടാക്കുക, സ്വഭാവം നന്നാക്കുക, കുടുംബത്തെ സന്തോഷിപ്പിക്കുക, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ എന്താണോ കയ്യിലുള്ളത് ആ കയ്യിലുള്ളതാണ് സ്വതക്ക കൊടുക്കേണ്ടത്. മൻകാന ഇൻദഹു മാലുൻ ഫല്യതസദ്ദഖ് ബിമാലിഹി. സമ്പത്തുണ്ടെങ്കിൽ സമ്പത്ത് കൊണ്ട് സ്വതക്ക കൊടുക്കുക. ഇനി ഒരാളെ കയ്യിൽ അറിവാണുള്ളതെന്ന് അറിവ് കൊടുത്ത് സ്വതക്ക കൊടുക്കുക, അത് സ്വതക്കയാക്കുക. ഒരാളുടെ കയ്യിൽ ആരോഗ്യമാണുള്ളതെങ്കിൽ ആരോഗ്യം ഫല്യതസദ്ദഖ് ബിഖുവ്വതിഹി, ആരോഗ്യം കൊണ്ട് സ്വതക്ക കൊടുക്കട്ടെ. എന്താണോ ഒരാൾക്ക് ചെയ്യാൻ മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക അതിനാണ് സ്വതക്ക എന്ന് പറയുന്നത്. ഒരാളുടെ മനസ്സിൽ സന്തോഷം കൊടുക്കാൻ പറ്റിയാൽ അത് വലിയ സ്വതക്കയാണ്. നമ്മുടെ വീട്ടിൽ ആശുറായിൻ്റെ ദിവസം വ്യത്യസ്തമായ വിഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അടുക്കളയിലെ നമ്മുടെ ഭാര്യ, അവർക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം പറയട്ടെ. ഈ ആശുറായിൻ്റെ ദിവസത്തിൽ അവർ അടുക്കളയിൽ കിടന്ന് പലവിധ വിഭവങ്ങൾ തൻ്റെ ഭർത്താവിനും മക്കൾക്കും വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ നമ്മൾ ആ ഫോണൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ട് നമ്മളും അടുക്കളയിലേക്ക് ചെന്ന് നമ്മെക്കൊണ്ട് കഴിയുന്ന ആ പച്ചക്കറി അരിഞ്ഞു കൊടുക്കലും മസാല ഇളക്കി കൊടുക്കലും തുടങ്ങി നമ്മെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അവരുടെ കൂടെ നിന്നാൽ നമ്മുടെ ഭാര്യമാർക്ക് അതിനേക്കാൾ വലിയ സന്തോഷം വരണ്ടാവില്ല. അവർക്ക് അത്രയും വലിയ ഹാപ്പി ആയിരിക്കും. ആശുറായിൻ്റെ ദിവസം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, അവരുടെ ഹൃദയത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്തോഷമായിരിക്കും. നമ്മുടെ ആ പ്രസന്റ് തന്നെ, നമ്മൾ അവിടെ ഉണ്ടാവുക എന്നുള്ളത് തന്നെ അവർക്ക് വലിയ ഒരു ആശ്വാസമായിരിക്കും. അതുകൊണ്ട് അവരുടെ അത്തരം കാര്യങ്ങളിലൊക്കെ കൂടിക്കൊടുക്കാനും അവരുടെ മനസ്സ് സന്തോഷിപ്പിക്കാനും മക്കളുടെ കൂടെയൊക്കെ ഒന്ന് കൂടിയിരിക്കാനും ഈ ആശുറായിൻ്റെ ദിവസം നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം നല്ല മധുരം ഉണ്ടാക്കുക എന്നത് പഴയ കാലത്തെ പതിവുള്ള ഒരു കാര്യമാണ്. ആശുറായിൻ്റെ അന്ന് ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധമാകുന്ന മസാല പറയുന്ന ഭാഗത്ത് ഭക്ഷണത്തിൻ്റെ കൂടെ ഫ്രൂട്ട്സ് കൂടെ കൊടുക്കുന്ന പതിവുള്ള നാട്ടിലാണെങ്കിൽ ആ പെണ്ണിന് ഫ്രൂട്ട്സ് കൂടെ കൊടുക്കൽ ഭർത്താവിൻ്റെ മേൽ നിർബന്ധമാണ് എന്ന് പറയുന്ന ചർച്ചയുടെ ഭാഗത്ത് മഹാനാകുന്ന സുലൈമാൻ ജമൽ റളിയല്ലാഹു തആല പറയുന്നത് കാണാം, ആശുറായിൻ്റെ ദിവസത്തിൽ നാട്ടിൽ പതിവുള്ള മധുരം ഭാര്യമാർക്ക് കൊടുക്കലും നിർബന്ധമാണ്. അങ്ങനെ ഒരു പതിവ് നാടുകളുണ്ടായിരുന്നു. ഭാര്യയ്ക്ക് ആ മധുരം കൊടുക്കൽ, ആശുറായിൻ്റെ ദിവസത്തിൽ പതിവുള്ള മധുരം കൊടുക്കൽ നിർബന്ധമാണ് എന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ മധുരം ഉണ്ടാക്കുന്നതൊക്കെ നല്ലതാണ്. കുട്ടികൾക്ക് മധുരം ഇഷ്ടമായിരിക്കും. ആശുറായിൻ്റെ ദിവസത്തിൽ സന്തോഷിക്കട്ടെ, എല്ലാവരും ഹാപ്പി ആവട്ടെ, നമ്മളും ഹാപ്പി ആവും.